ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. രജീഷ് വെള്ളാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുക, മരുന്ന് ക്ഷാമം പരിഹരിക്കുക, നിർത്തലാക്കിയ OP പുനരാരംഭിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൂളിയങ്കാലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നിങ്ങൾ നോക്കുക, ജില്ലാ ആശുപത്രിയെ പൂർണ്ണമായി അവഗണിക്കുകയാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ. ഈ കഴിഞ്ഞ ദിവസമാണ്, ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ് PSC ലിസ്റ്റ് തയ്യാറാക്കി അഡ്വൈസ് മെമ്മോ കൊടുത്ത് 3 മാസം കഴിഞ്ഞാണ് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 160ഓളം നിയമനങ്ങൾ നടന്നത്. ആ 160 നിയമനം നടന്നപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഈ ജില്ലാ ആശുപത്രിയിൽ ഒരൊറ്റ പോസ്റ്റ് പോലും നിയമനം പോലും അനുവദിക്കപ്പെട്ടിട്ടില്ലെന്ന അങ്ങേറ്റം നിഷേധാത്മകമായ സമീപനം സംസ്ഥാന ഭരണകൂടം ഈ കാസർഗോഡിനോട്, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയോട് സ്വീകരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 വർഷക്കാലം അധികാരത്തിൽ ഇരുന്നപ്പോഴായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കാസർഗോഡ് ജില്ല നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തെ പരിമിതികളെ മറികടക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയത്. ഇവിടെ കാത്ത് ലാബ് ആരംഭിച്ചത് ഇടതുപക്ഷം അധികാരത്തിലുള്ള കാലത്താണ്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിമാരായി ശൈലജ ടീച്ചറും പിന്നീട് വീണ ജോർജുമെല്ലാം അധികാരത്തിലുണ്ടായിരുന്ന കാലത്താണ് ഇവിടെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിയത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പൂർണ്ണമായി കുത്തഴിയുന്ന ഡോക്ടർമാരില്ലാത്ത ഗതികേടിലേക്ക് ഈ ജില്ലാ ആശുപത്രി എത്തുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ജില്ലാ ആശുപത്രിയിൽ തന്നെ 51 ഡോക്ടർമാരുടെ പോസ്റ്റിൽ 22 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 50% മേലെ വേക്കന്റായി കിടക്കുന്നു, നിയമനം നടക്കാതെ ഒഴിഞ്ഞു കിടക്കുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകളിൽ രോഗികളെ പരിചരിക്കേണ്ടുന്ന ഡോക്ടർമാർ, ആ ഡോക്ടർമാർ ഇപ്പോൾ OP ഇരിക്കേണ്ടി വരികയാണ്. കോർപ്പറേറ്റ് കുത്തകകൾക്ക് ആരോഗ്യരംഗം തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി VD സതീശന്റെയും ആരോഗ്യമന്ത്രി K മുരളീധരന്റെയും നേതൃത്വത്തിലുള്ള UDF സർക്കാർ നടത്തുന്നതെന്ന് രജീഷ് പറഞ്ഞു. സ്വകാര്യ കുത്തക മുതലാളിമാരുടെ പിണിയാളാവുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും രജീഷ് കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് ആശുപത്രികൾക്ക് പൂട്ടിടാനാണ് UDF സർക്കാരിന്റെ ശ്രമമെങ്കിൽ അത് എന്ത് വില കൊടുത്തും ഡിവൈഎഫ്ഐ തടയുമെന്നും ജനകീയ സമരത്തിലൂടെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് യതീഷ് വാരിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MV രതീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി V ഗിനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം ഋഷിത C പവിത്രൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോനാച്ച സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ യോഗത്തിന് ശേഷം ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ കണ്ട് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ ധരിപ്പിക്കുകയും പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.